നമ്മളത് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നൊന്നോ, നമ്മളത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നൊന്നും അനുഭവത്തിന് പ്രസക്തമല്ല. അനുഭവം അതിൽ തന്നെ സത്യസന്ധവും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതുമാണ്. അനുഭവങ്ങളുടെ പ്രത്യേകത അതാണ്. ഞാൻ ഇന്നൊരു അനുഭവം പറയാൻ പോകുകയാണ്. ഇതുപോലെ ഇത് നമ്മുടെ സർമൺ ഓൺ സർവൈവലിൻ്റെ 1-ാമത്തെ അധ്യായമാണ്. നാളെ 2, മറ്റന്നാൾ 3, അങ്ങനെ 30-31 അധ്യായങ്ങൾ വരും. ഇപ്പം ഞാൻ ഇന്നൊരു അനുഭവം പറയാൻ പാടില്ല, നിങ്ങൾക്കത് സഹായകരമാകും. അതായത് ഇത് പറയുന്ന മുമ്പ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ള ഇതാണ്, ഈശോ പറഞ്ഞതാണ്. അതായത് ഒരു കാര്യത്തിനും സമാധാനമില്ലാത്ത കാര്യം ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഒരു കാര്യത്തിനും. ഇപ്പം നീ പല കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? പല കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. മർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. സത്യമായത് അഥവാ ആവശ്യമായത് ഒന്ന് മാത്രമേ ഉള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 31 ദിവസവും ജപമാല എല്ലാം വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 31 ദിവസവും കൃപാസനത്തിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ്റെ ആദ്യ ടോക്കില്ലേ, ഒക്ടോബർ മാസം തുടങ്ങിയ സമയത്തുള്ള ആമുഖ ടോക്കുണ്ട്, രാത്രി 1 മണിക്ക് നടന്നത്. ഞാനും പോലും അതിൻ്റെ പ്രീമിയറിൽ മുട്ടുകുത്തി രാത്രി 12 മണിയായപ്പോൾ അമ്മയെന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാനും മുട്ടുകുത്തിയാണ് അത് 1.5 മണിക്കൂർ കൂടി. അപ്പം അതിൽ ഉള്ള പ്രസംഗങ്ങളുണ്ട്. അത് ഞാൻ ഈ ആൾക്കാരെ വന്നപ്പോൾ അമ്മേ സംസാരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വന്നപ്പോൾ അമ്മ ഒറ്റ വായിൽ തന്ന സന്ദേശമാണ് 3/4 മണിക്കൂർ. നിങ്ങളെ 3/4 മണിക്കൂർ ഒറ്റ സ്ട്രെസ്സിലിട്ട് ബോറടിപ്പിച്ചിട്ടില്ല. ഞങ്ങളത് 3 or 5 കട്ട് ചെയ്തിട്ടാണ് 4 ജപമാല രഹസ്യങ്ങളിലെ സന്തോഷം, അത് പിന്നെ പാഷൻ, അത് കഴിഞ്ഞിട്ട് പ്രകാശം, പിന്നെ മഹിമയായിട്ട് ഇട്ടിരിക്കുന്നത് 4ആയിട്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളൊന്ന് കേൾക്കണം. കാര്യം അതിന് ഒറ്റ ഒരു 24 മണിക്കൂറിൽ 1.5 ലക്ഷം പേരാണ് അത് കൂടിയിരിക്കുന്നത്. 1 ലക്ഷമല്ല, ഗൂഗിൾ ഗ്രാഫ് പറയണത് ഇറ്റ് ഈസ് പ്രോഗ്രസിങ് എന്നാണ് പറയണത്. എന്നുവെച്ചാൽ അത് വളർന്നുകൊണ്ടേയിരിക്കണം. 52,000 പേർ ഓൾറെഡി ആ പ്രസംഗം കേട്ട് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലായി. കാര്യം ജപമാല എന്താണ്, ജപമാല എന്തിനാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിൻ്റെ പ്രകരശേഷി എന്താണ്, അതിലുള്ള ഇന്ധനം എന്താണ്, അതിൻ്റെ അതെങ്ങനെയാണ് ആപ്ലിക്കേറ്റബിൾ ആയിരിക്കുന്നത്, അതെല്ലാം ആ ഒരൊറ്റ പ്രസംഗത്തിലുണ്ട്. 4 പ്രസംഗമായിട്ടിട്ടിരിക്കുകയാണ്. 3/4 മണിക്കൂറുള്ള 4 പ്രസംഗം. പക്ഷേ ഇത് മക്കൾ കേൾക്കണം. കാര്യം ഈ ജപമാലയിലുള്ളത് നമുക്കൊരു കാര്യം മനസ്സിലാകണത്, ഇപ്പോൾ ഒരു 800 കൊല്ലമെങ്കിൽ ആയിക്കാണും ജപമാല എന്നുള്ള ആശയത്തിലേക്ക് സഭ ആവിഷ്കരിക്കുന്നത് തൻ്റെ വിശ്വാസത്തെ. സഭയുടെ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹത്തെ ജപമാല എന്നുള്ള വലിയ പ്രാർത്ഥന രൂപത്തിലൂടെ ആവിഷ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 800 കൊല്ലമായി. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലെന്ന് പറയാം. പക്ഷെ 12-ാം നൂറ്റാണ്ട് വരെ ഉണ്ട്. ഒരു ഏതെങ്കിലും ഒരു ഫോമിൽ ജപമാല ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പക്ഷെ 16-ാം നൂറ്റാണ്ടിലായപ്പോൾ ഇതൊരു വാർ വെപ്പണായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ്. വാറിൻ്റെ അവസ്ഥ അറിയാമല്ലോ. പ്രതിയോഗിയേക്കാൾ അശക്തരായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമ്മളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവം ഇറക്കി തന്ന ഒരു ആയുധമാണിത്. അന്ന് മുതൽ ഇന്ന് വരെ, ഏതാണ്ട് 21-ാം നൂറ്റാണ്ട് വരെ ജനകോടികളും ജന്മാന്തരങ്ങളും ജപമാല പ്രാർത്ഥിച്ചാണ് പ്രതിരോധിച്ച് ഇവിടം വരെ എത്തിയത്. ഈ കാലത്തിനൊപ്പം ദൈവത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ സാക്ഷിയായി സഞ്ചരിച്ചെത്തിയത്. അപ്പോൾ നമുക്കറിയാം ഈ വാർ വെപ്പൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലം വന്നപ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്തിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ TMD വർദ്ധിപ്പിച്ചു, ഇന്ധനശേഷി വർദ്ധിപ്പിച്ചു, പ്രകാശത്തിന് ദിവരേശ്യം കൂടി അതിലേക്ക് ആഡ് ചെയ്തു, പ്രകടനശേഷി വർദ്ധിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ റേഞ്ച് പിന്നെയും വർദ്ധിക്കുകയാണ് ചെയ്യണത്. പിന്നെ അതിൻ്റെ ടാർഗറ്റിങ്ങും എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തിൻ്റെ ടാർഗറ്റിന് പറ്റുന്ന രീതിയിൽ ജപമാല സഭയ്ക്കൊപ്പം അങ്ങ് വളരുകയാണ്. ഒരുപക്ഷെ ജപമാല പോലെ വളർന്ന വേറെ ഒരു രൂപം, പ്രാർത്ഥനാ രൂപം നമ്മുടെ ഇല്ല. കുരിശിൻ്റെ വഴി വളർന്നില്ലല്ലോ. 14 തന്നെ ഇപ്പോഴും നിൽക്കുക, 14 സ്ഥലത്തിൽ തന്നെ നിൽക്കുക. അപ്പോൾ പല പ്രാർത്ഥനാ രൂപങ്ങളും വളർന്നില്ല. പക്ഷേ ജപമാല ഡൈനാമിക്കായിട്ടാണ് വളർന്നിരിക്കുന്നത്. വൈ?
അപ്പോൾ നമ്മളൊരു പ്രശ്നം വിചാരിക്കുന്നത് ഇതൊരു പക്ക പ്രെയർ ഫോമാണ്, ഇത് പക്ക ഹെവൻലി വെപ്പണാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് യൂസ് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ഇതൊരു ജന്മാന്തരങ്ങൾ പ്രൂവ് ചെയ്ത പക്ക പ്രെയറാണ്. പക്ഷേ ഇതിൻ്റെ അനുഭവ തലങ്ങൾ വരണത് ആരാണിത് യൂസ് ചെയ്യുന്നത്? ഇത് ട്രെയിൻഡ് പേഴ്സൺ ആണോ? ഒരു വാർ വെപ്പൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ല സ്റ്റഡി. ഇപ്പോൾ നമ്മൾ റാഫേൽ വിമാനം വാങ്ങിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? 6 മാസം 1 കൊല്ലത്തോളം നമ്മുടെ പൈലറ്റുമാർ ബോംബ് ചെയ്യുന്ന പൈലറ്റുമാർ ഫ്രാൻസിൽ പോയി അവിടെ അതിൻ്റെ കോച്ചിങ് നടത്തി ട്രെയിനിങ് നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ഹാൻഡി ആയപ്പോഴാണ് നമ്മൾ വിമാനം കൊണ്ടുവന്നത്. അതുപോലെയാണ് ജപമാല പ്രാർത്ഥിക്കുന്ന മുമ്പ് വി മസ്റ്റ് ഹാവ് എ ട്രെയിനിങ്. കുടുംബത്തിലിരുന്ന് ഇരുട്ടിലിരുന്നുകൊണ്ട് വായും പൊളിച്ച് അമ്പക്കോ വിട്ട് അല്ലെ കോട്ടവായി വിട്ട് ചെല്ലി ആക്കാനും വേണ്ടി ഒക്കാനിച്ച പോലെ ഉണ്ടാക്കിയെടുത്ത പരിപാടിയല്ല. മറിച്ച് ഇതൊരു ഷാർപ്പ് ഷൂട്ടറാണ്. ഈ ഷാർപ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഒരാൾക്ക് എന്താ വേണ്ടത്? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണം. ഞാൻ ഓരോ ദിവസം ഓരോ കാര്യം പറയാം. നിങ്ങൾ 30 ദിവസം ചെല്ലുന്നത് കഴിയുമ്പോൾ നിങ്ങളൊക്കെ അഴിയാത്ത ശരീരം പോലെ അത്ഭുത ശരീരം പോലെ ഇരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ മഹാഭാഗ്യമാണ്. ഞാനിങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? ഞാനിപ്പോൾ ഇന്ന് നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം. എന്താണ്? അതിജീവനം അമ്മയോടൊപ്പം, സർമൺ ഓൺ സർവൈവൽ. അപ്പോൾ ഞാൻ ശരിക്കും ഒരു വാടക്കൽ എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ ഒരു ഇടവകയുണ്ട്. അപ്പോൾ ഞാൻ ആ ഇടവകയിൽ വികാരി അച്ഛനായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ എനിക്ക് അത് എനിക്ക് 2003 ഇപ്പോഴും 2020 17 കൊല്ലം മുമ്പുള്ള കാര്യം. 17 കൊല്ലം മുമ്പൊന്നുമല്ല, എത്ര വർഷം വേണമെങ്കിലും മുമ്പുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, എൻ്റെ കൈ കൊണ്ട് സ്പർശിച്ച് ഞാൻ ബൈപ്പേഴ്സൺ തൊടാത്ത ഒരു കാര്യം നിങ്ങളോട് പറയത്തില്ല. അതുപോലെ ഒരു കാര്യമാണിത്. അപ്പോൾ ഞാൻ പള്ളിയിൽ ഒക്ടോബർ മാസം തുടങ്ങുകയാണ്, 1-ാം തീയതി തുടങ്ങുകയാണ്. അപ്പം 1-ാം തീയതി രാവിലെയുള്ള കുർബാന കഴിഞ്ഞ്, അപ്പം ഞാൻ കുർബാന കഴിഞ്ഞ് തിരുരത്തം പാനം ചെയ്ത് ആ പ്യൂരിഫിക്കേറ്റർ കൊണ്ട് ചുണ്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് എന്നോട് മനസ്സിൽ പറയുന്നുണ്ട്, സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. കാര്യം വടക്കൽ പള്ളിയുടെ മുഖപ്പിൽ അൾത്താറെ മുകളിൽ ഒരു വലിയ മാതാവിൻ്റെ രൂപമുണ്ട്. അപ്പം ഞാൻ ചെന്നതിന് ശേഷമാണ് ആ രൂപം, ഞാൻ ആദ്യം ചെയ്ത പരിപാടി മാതാവിൻ്റെ രൂപം ഞാനത് വളരെ വൃത്തിയാക്കിയിട്ട് കുറച്ച് കാശ് മുടക്കി കുറച്ചുകൂടി ഓർണമെൻ്റലാക്കി ഭയങ്കര അട്രാക്ഷനാക്കി മാറ്റി. അത് വലിയ ഫ്രെയിമാണ് ചെയ്തിട്ട് ആദ്യം ചെയ്ത പരിപാടിയാണ്. എവിടെ ഏത് പള്ളി ചെന്നാലും ആദ്യം ചെയ്യുന്ന പരിപാടി അതായിരിക്കും. അമ്മയെ നോക്കും, എവിടെയാണ് അമ്മ ഇരിക്കണമെന്ന് നോക്കും. എൻ്റെ മക്കളെ, ഒക്ടോബർ മാസം തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാവിൻ്റെ രൂപമാണ് വീട്ടിലുള്ളതെങ്കിൽ അത് നല്ല കരിക്കും വെള്ളത്തിൽ ഭംഗിയായിട്ട് കഴുകണം. എന്നിട്ട് രൂപക്കൂടൊക്കെ തുടച്ച് വൃത്തിയാക്കി രൂപപ്പലകയെല്ലാം പൊടിയൊക്കെ മാറ്റിയിട്ട്, നമുക്ക് ചിലപ്പോൾ കഷ്ടപ്പാടും കുടുംബത്തിൽ പല ക്ലേശങ്ങളും രോഗങ്ങളും ആകാം. ഇതൊന്നും നിങ്ങൾ പ്രാർത്ഥനയുമായിട്ട് കൂട്ടിക്കൊടുക്കരുത്. ഇത് പ്രാർത്ഥനയാക്കി മാറ്റുകയാണ് വേണ്ടത്. അയ്യോ ഇനി രോഗം മാറട്ടെ, ഇതൊക്കെ ഒന്ന് ശരിയാകട്ടെ അച്ഛാ, എന്നിട്ട് എല്ലാം രൂപക്കൂടൊക്കെ നോക്കാം, രൂപപ്പലയൊക്കെ നോക്കാം എന്നൊക്കെ പറയരുത്. നമ്മൾ കടലിലെ തിര ഒഴിഞ്ഞതിന് ശേഷം അവിടെ കുളിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. നമ്മൾ കുളിക്കണ എവിടെയാണ്? കടലിലെ തിരയിലാണ് അങ്ങനെ ആർമാദിക്കണത്. നമ്മുടെ സങ്കടങ്ങളിൽ തന്നെയാണ് നമ്മൾ അമ്മ മാതാവെല്ലാം പ്രാർത്ഥിച്ചത്. എങ്ങനെയാണ്? സങ്കടങ്ങളിൽ തന്നെയാണ്. സങ്കടം എല്ലാം കഴിഞ്ഞിട്ടൊരു കാലം അമ്മയ്ക്കുണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോഴും ഓർക്കും, അമ്മ വരക്കുഞ്ഞിനെ കൊണ്ട് ഈശ്വരയും കൊണ്ട് 4 കാലം വീണ് ഈ ലോക രാത്രിയും പകലും ഓടുന്ന സമയത്തും അമ്മ വിശ്വസിച്ച് കൊണ്ടതും പ്രാർത്ഥിച്ചു കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കൊരു കാലം ഉണ്ടാകത്തില്ല. നമ്മൾ സഹനത്തിലൂടെയാണ് പ്രാർത്ഥിച്ചു പോകുന്നത്. അതുകൊണ്ട് വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് യുവർ ഫാമിലി? നിൻ്റെ ജീവിത ജോലിയിലായിരിക്കും ചിലപ്പോൾ കുടുംബവും ഹസ്ബൻഡുമായിട്ട് ഉടക്കി, അല്ലെങ്കിൽ ഭാര്യയുമായി ഭർത്താവുമായിട്ട് ഉടക്കി ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മക്കൾ ദുർനടപ്പിൽ പോയിരിക്കുകയായിരിക്കും, കുടുംബത്തിൽ രോഗിയായിട്ട് 2-3 പേരുണ്ടാകും. ഇങ്ങനെ പലത് കൊണ്ട് ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കണമെന്ന് വിചാരിച്ചോ? അതങ്ങനെ തന്നെ കിടക്കണം.
നിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ അത് ബാധിക്കരുത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ദൈവത്തിന് മനസ്സിലാകും, നിൻ്റെ സ്റ്റഫ് എന്താണെന്ന് മനസ്സിലാകും. എൻ്റെ മക്കളെ, ഒരിക്കലും സ്റ്റഫ് എന്താണെന്ന് ദൈവത്തിന് മനസ്സിലായ പിന്നെ നമുക്കൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഈ ആൾക്കാരൊക്കെ എന്നാ കുഴപ്പം വരണമെന്നറിയാവോ? ഞാൻ 21 ലക്ഷത്തോളം, എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, 21 ലക്ഷം മനുഷ്യരെ അല്ല, 21,000 അല്ല, അത്രയും ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. 86 തുടങ്ങിയ ശുശ്രൂഷയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ക്രമീകരിക്കുക. വയറില്ലേ ഓൺ റോസറി? ഞാൻ എന്തിനാ ഇങ്ങനെ റോസറി ജപമാലയിൽ തന്നെ എന്തിനാ റിലേഷൻ വെച്ച് കഴിഞ്ഞാലേ, പൊട്ടന് ചട്ടന് എല്ലാത്തിനും പറ്റും. വിവരമുള്ളവനും ശാസ്ത്രജ്ഞന്മാർക്കും. ഇപ്പോൾ ലൂയിസ് പാസ്റ്ററൊക്കെ എപ്പോഴും ലൂയിസ് പാസ്റ്ററിൻ്റെ ചരിത്രം വായിച്ചിട്ടില്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ട്രെയിനിലിരിക്കുമ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കണത്. അപ്പം ശാസ്ത്രജ്ഞന്മാർക്ക് തൊട്ടിട്ട് സാക്ഷരത വിദ്യാഭ്യാസത്തിന് പോണവർക്ക് വരെ ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രെയർ ഫോമാണിത്, ജപമാലയെ. ദാറ്റ് ഈസ് ഐ പ്രൊമോട്ടിങ് റോസറി. അതുകൊണ്ടാണ് ഞാൻ റോസറി പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇപ്പം ഞങ്ങൾക്ക് കാനന നമസ്കാരമുണ്ട്, ഞാൻ കാനന നമസ്കാരം പ്രാർത്ഥിക്കും. പക്ഷേ അതൊരു സൊല്യൂഷനല്ല. കാനന നമസ്കാരം ഒരു സൊല്യൂഷനല്ല. പക്ഷേ റോസറി ഇസ് എ കംപ്ലീറ്റ് ഫാമിലി സൊല്യൂഷൻ. ജപമാല കംപ്ലീറ്റ് ലൈഫ് സൊല്യൂഷനാണ്. ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള വിഷയങ്ങൾക്കെല്ലാം സിംഗിൾ സൊല്യൂഷൻ ജപമാല എന്ന് പറയേണ്ടത്. പഴയ ഞാൻ എന്തെന്ന് പറയാൻ കാര്യം, ഞാനിങ്ങനെ കുർബാന ചൊല്ലിക്കഴിഞ്ഞ് 2003 ഒക്ടോബർ മാസം 1-ാം തീയതി വടക്കപ്പള്ളിയിൽ കുർബാന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ആശീർവദിക്കാൻ പോയി ജനങ്ങളെ. ആശീർവദിക്കുന്ന മുമ്പ് ഞാൻ ജനങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇന്ന് അമ്മമാതാവിൻ്റെ മാസം ആരംഭിക്കുകയാണ്. ഒക്ടോബർ 1-ാം തീയതി. നിങ്ങൾ ഇന്ന് മുതലേ ഒക്ടോബർ 31-ാം തീയതി വരെ നിങ്ങൾ ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും ചെല്ലണം. അപ്പം അന്ന് അവിടെ വടക്കപ്പള്ളി ഞാൻ 10 മണി തൊട്ട് ബാക്കി വൈകുന്നേരം 4 മണി വരെ പകൽ ജപമാല വെക്കുമായിരുന്നു. ജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മളിപ്പോൾ 10 മണിക്ക് തുടങ്ങുകയാണ് ജപമാല, ഇതൊരു 5 മണിയാകുമ്പോൾ അവസാനിക്കും. അപ്പം എൻ്റെ മക്കളെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒരു ജപമാലെങ്കിലും ചെല്ലാൻ പള്ളിയിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് കട്ട് ദ കർത്തൂസ്യൻ നോട്ട്. അതാണ് അമ്മ എനിക്ക് തന്ന ഒരു നോട്ടെന്ന് പറയുന്നത്, കട്ട് ദ കർത്തൂസ്യൻ നോട്ട്. അപ്പോൾ ഞാൻ പണ്ട് എവിടെയോ വെച്ച് പഠിച്ചതാണ്. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ ഞാനിത് ജനങ്ങളോട് പറഞ്ഞ് ജപമാലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ ഉള്ളിൽ നിങ്ങളുടെ തള്ളല്, കട്ട് ദ കർത്തൂസ്യൻ നോട്ട്. അതായത് കടുംകെട്ടിനെ വെട്ടിമുറിക്കാൻ പറ്റുമെന്ന് ജപമാല. അമ്മ സൂപ്പറാ. ഇങ്ങനെ കുറേ സാധനമുണ്ട്. നിങ്ങൾ അമ്മയുമായിട്ട് കരം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓരോരോ കാര്യം ഓരോരോ ദിവസം എന്തൊക്കെ എങ്ങനെ എപ്പോഴേ ഏത് രീതി ചെയ്യണമെന്ന് പറഞ്ഞു തരും. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി അവിടെ ആക്കിത്തരും. എന്നിട്ട് ആൾ കൂടെ നിൽക്കും, എന്നിട്ട് ചെയ്യടാന്ന് പറയും, അല്ല ചെയ്യടിയെന്ന് പറയും, പറഞ്ഞ് ചെയ്യിക്കും. ഇതൊരു ഭയങ്കര ജീവിതമാണ്. ഈ ഭൂമിയിലെ ഒരു സ്വർഗമാണ്. അമ്മയും കൂടി ജീവിക്കണം. കാര്യം അമ്മയെ ഈശോ തന്നതാ നമുക്ക്. അതുകൊണ്ടാണേ അമ്മയ്ക്ക് അതിലതിന് ഉത്തരവാദിത്വം എന്നാരും ഏൽപ്പിച്ചിട്ടൊന്നും പറഞ്ഞ് മറന്നിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് മറന്നിക്കാൻ പറ്റത്തില്ല. തുണിയില്ലാണ്ട് കുരിശിൽ ഒരു കുറേ ഇറച്ചിയായിട്ട് കിടന്ന് അവസാന ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മളെ മറന്നു പോകാതെ പറഞ്ഞതാണ് അമ്മ, ബിഹോൾഡ് യുവർ മദർ എന്ന്. പിന്നെ എങ്ങനെ അമ്മയെ രക്ഷപ്പെടുമെന്ന്? അപ്പായുടെ വാക്ക്, ഈശോയുടെ വാക്കിൽ നിന്ന് അമ്മയ്ക്ക് ഒഴിവാൻ പറ്റുമോ? അമ്മ നമ്മളെ ഏറ്റതാണ് കുരിശിന് ചുവട്ടി വെച്ച്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. എൻ്റെ കർത്താവ് രക്തപങ്കിനായി കുരിശിലൊരു ഇറച്ചിയായി കിടക്കുന്ന കാലത്ത് അവന് ശ്വാസം കിട്ടാൻ പാട്. അവനൊരു ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഉച്ഛ്വാസത്തിന് വേണ്ടി 1 മിനിറ്റ് എടുക്കേണ്ട ഒരു കാലം വന്ന സമയത്ത് പോലും എന്നെ മറക്കാതെ, മനുഷ്യ രാഷ്ട്രീയം മറക്കാതെ, ഇതിൻ്റെ ഭാഗധേയം ഈശോയെ ജനിപ്പിച്ച് വളർത്തി ദർശനകൃത്യം പൂർത്തിയാക്കിയ പിതാവിൻ്റെ ജോലി ഏൽപ്പിച്ചത് പൂർത്തിയാക്കിയ അതേ കരങ്ങളിലാണ്, കർത്തൃത്വ കരങ്ങളിലാണ് എന്നെ ഈ ലോകത്തെയും എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും എന്നെ ഏൽപ്പിച്ചിരിക്കണം എന്നുള്ള ബോധ്യം. ആ ബോധ്യത്തിലാണ് ഈശോ നമ്മളെ അമ്മയ്ക്ക് ഏൽപ്പിച്ചത്. പക്ഷെ ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇപ്പം ഞാനിങ്ങനെ പള്ളിയിൽ പറഞ്ഞ ഇതാണ്, എൻ്റെ മക്കൾ ഒരു ജപമാലയെങ്കിലും വന്ന് ചെല്ലിയാൽ കർത്തൂസ്യൻ നോട്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എന്ത് കടുംകെട്ടാണെങ്കിലും അമ്മ വെട്ടിമുറിച്ചിരിക്കും,
31-ാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി ഉണ്ടെങ്കിലെന്ന്. അത് അമ്മ എനിക്ക് തന്നൊരു ചങ്കൂറ്റമാണ്. ഞാനത് പറയുകയും ചെയ്ത് ആൾക്കാരെ ആശീർവദിച്ച് പ്രാർത്ഥനയും തുടങ്ങി. 31 ദിവസം അവിടെ പ്രാർത്ഥന നടന്ന് ഞാനത് ആ ഒക്ടോബർ മാസം എല്ലാം കഴിഞ്ഞു പോയി. കഴിഞ്ഞിട്ട് ഒരു 3 മാസമോ കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി എന്നെ കാണാൻ വന്നു. കാര്യം എന്ന് പറഞ്ഞ് എന്നെ കണ്ട, എൻ്റെ അച്ഛാ എത്ര പ്രാവശ്യം വരണ അച്ഛനെ കാണാൻ. ഞാൻ എന്നാ ചേച്ചി? അല്ല അച്ഛാ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സംഭവം നടന്ന് അതൊന്ന് പറയാനാണ് ഞാൻ ഇവിടെ 3 പ്രാവശ്യം വന്നപ്പോൾ 3 പ്രാവശ്യം അച്ഛനില്ല. എനിക്ക് അച്ഛനെ അറിയാവില്ല. എനിക്ക് എപ്പോഴും ഇതുപോലെ പള്ളിയിലൊന്നും വരാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. കാര്യം അവരുടെ പ്രശ്നം വെച്ചാലേ അവർക്ക് 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന്. അവർ ആലപ്പുഴ ടൗണിൽ 8 കിലോമീറ്റർ ഇപ്പുറത്ത് ടൗണിൽ വന്ന ഒരു കടയിൽ എടുത്ത് കൊടുക്കാൻ നിൽക്കുകയാണ്. ഇപ്പം അരി ഹോൾസെയിൽ കടയില്ലേ, നമ്മുടെ ഇതുപോലുള്ള പലചരക്ക് വ്യഞ്ജനക്കട. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അവിടെ ആൾക്കാർക്ക് സാധനം. അപ്പം അപ്പോൾ കട അടക്കുമ്പോൾ രാത്രി 9 മണിയാവും, ചിലപ്പോൾ 8 മണിയാവും. അവിടുന്ന് പിന്നെ അവസാനത്തെ വണ്ടിക്കൊക്കെ നാട്ടിൽ വന്നിട്ട് പിന്നെ അവിടെ നടന്ന് കടപ്പം വരെ വന്നിട്ടാണ് അവരുടെ വീട്. അപ്പോൾ അതൊക്കെ വലിയ പങ്കപ്പാടിൽ ജീവിക്കണ്ടേ? ജീവിതങ്ങൾ തല്ലി മുട്ടിക്കുകയും തല്ലി ഇങ്ങനെ പൊട്ടിച്ച് ഉന്തി ഉരുട്ടി ഇരുട്ടും വെളുത്തും അങ്ങനെ പോവുകയാണ്. അപ്പോൾ എവിടെയാണ് പ്രാർത്ഥിക്കാൻ നേരം? അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ ഈ 31 ദിവസവും അമ്മേ, ഞാൻ ഒരു ജപമാലെങ്കിലും ചെല്ലാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായിപ്പോയെന്നാണ് അവർ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ അവർക്ക് പറ്റണില്ല. കാര്യം എന്താണ്? ഇവിടെ 10 മണിക്ക് ജപമാല 10 മണിക്കാണ് തുടങ്ങണത്, അവസാനിക്കണത് വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ ഇവർ 8 മണിക്ക് ഇവിടുന്ന് പോകും. തിരിച്ചു വന്നപ്പോഴാണ് രാത്രി 9 മണിയാകുമ്പോൾ വരും. അപ്പോൾ ഇതിനുള്ളിൽ പ്രാർത്ഥിക്കാനുള്ള സമയം അവിടെ ഇല്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. പക്ഷേ ഈ വിശ്വാസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയ്ത്ത് ഇസ് എ വേ, ആൻഡ് ഫെയ്ത്ത് ഇസ് എ വേ ടു ഡൂയിങ് തിങ്സ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴി നമുക്ക് വെട്ടിത്തെളിച്ച് തരും. ഇപ്പം സമുദ്രത്തെ വഴിവെട്ടിയത് ഞാനാണെന്ന് പറഞ്ഞില്ലേ? യഹോവ പിതാവായ ദൈവം പറഞ്ഞതാണ് സമുദ്രത്തെ വഴിവെട്ടിയത് ഞാനാണ്. പക്ഷേ സമുദ്രത്തെ വഴിവെട്ടിയത് ആർക്കാണ്? വിശ്വാസമുള്ളൊരു സമൂഹം അവിടെ ഉണ്ടാകുമ്പോൾ താനേ ചൂണ്ടിക്കാണിച്ചാൽ മതി, കടൽ നേരെ പിളർന്നു മാറി വഴി താനേ ഉണ്ടാകും. വിശ്വസിക്കണ ഒരു സമൂഹം ഉണ്ടല്ലോ. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് ചോദിക്കത്തില്ലേ മോസസിനോട്? വൈ ഡു യു കോൾ മീ? നീ എന്തിനാ എന്നെ എപ്പോഴും വിളിക്കണത്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? പുറപ്പാട് 14:13 പറഞ്ഞത് എന്താണ്? സ്റ്റിക്ക് ദെൻ സ്ട്രെച്ച് ഔട്ട്. ഇതൊരു വടിയാണെന്ന് പറയുമ്പോൾ പറയും ദെൻ സ്ട്രെച്ച് ഔട്ട്. അത് ഉയർത്തിപ്പിടിക്കുക. എഗൻസ്റ്റ് ദ സീ, റോഷൻ സീ. അലറുന്ന തിലമാരകൾക്ക് നീതേ നിന്റെ കൈയിരിക്കുന്ന വടി ഉയർത്തിപ്പിടിക്കാൻ മോസസിന് പറയുമ്പോഴേ, മോസസ് ദൈവത്തിൻ്റെ നാമത്തിലാണ് ഉയർത്തിപ്പിടിക്കുമ്പോഴേ പിളർന്നു മാറും. ശബ്ദത്തിൽ വഴിവെട്ടും ദൈവം. ഈ ദൈവത്തിൻ്റെ കൂടെയാണ് കൈപിടിച്ചുകൊണ്ട് വിശ്വാസ ജന്മാന്തരങ്ങളെ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇക്കാലങ്ങളിൽ മോസസിൻ്റെ വടിക്ക് പകരം നമ്മുടെ കയ്യിലുള്ളത് ജപമാലയാണ്. ജപമാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏലിയായുടെ മേലങ്കി പോലെയാണ്. യോർദാൻ നദി കുവിക്കുത്തി ഇരച്ച് ഒഴുകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്കലാപ്പോടുകൂടി എലീഷ നോക്കുമ്പോൾ അപ്പോഴും ചോദിക്കും, വാട്ട് ഈസ് ഇൻ യുവർ ഷോൾഡർ? നിന്റെ തോളിൽ കിടക്കണ എന്താണ്? അതൊരു മേലങ്കിയാണ്. ഫ്ലാപ്പ് ഇറ്റ്, അടിക്കാൻ പറയും. എലിയ മേലങ്കി അടിക്കുമ്പോൾ ജോർദാൻ പിളരും. വരണ്ട ഭൂമിയിലൂടെ അവൻ നടന്ന് നദി കടന്ന് അപ്പുറത്തെത്തും. ഇന്ന് എലിയാവിൻ്റെ ഷോളിന് പകരം നമ്മുടെ കയ്യിലുള്ളത് ഈ ജപമാലയാണ്. മൈൻഡ് ഇറ്റ്. ഈ ജപമാല കൊണ്ട് നമ്മൾ സമുദ്രം പിളർക്കും. ഈ ജപമാല കൊണ്ട് നമ്മൾ ജോർദാൻ പിളർക്കും. നമ്മൾ അക്കരയെത്തും. കർത്താവിൻ്റെ കൂടെയിരിക്കും. ഈ സ്വർഗീയ വിരുന്ന് അനുഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചേച്ചി എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ ചേച്ചി ഒരവസ്ഥ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തോന്നി, ശരി, എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് പകൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും. എപ്പോൾ പ്രാർത്ഥിക്കും? ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുരിശടി, അവിടെ റോഡ് സൈഡിൽ നിന്ന് ഒരു കുരിശടി ഉണ്ടായിരുന്നു. പള്ളിയല്ല, പള്ളിയുടെ നിന്ന് കുറച്ചുകൂടി റോഡിലോട്ട് മാറിക്കഴിയുമ്പോൾ ഒരു കുരിശടിയുണ്ട്. മാതാവിൻ്റെ കുരിശടിയാണ്. അപ്പോൾ അവരൊരു തീരുമാനം എടുത്ത് ഞാൻ മാതാവിൻ്റെ കുരിശടി വന്നിരുന്ന് ജപമാല ചെല്ലും. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഞാൻ ജപമാല ചെല്ലുമെന്ന് പറഞ്ഞു. അവരെന്നാ ചെയ്യുമെന്നറിയാവോ? അവർ രാത്രി 9 മണിക്ക് വീട്ടിൽ വന്നു.
അപ്പോൾ വീട്ടിൽ വന്ന് കിഴക്ക് റോഡിൽ ബസ് ഇറങ്ങിയാൽ പടിഞ്ഞാറ് വീട്ടിലോട്ട് പോകണമെങ്കിൽ പിന്നെയും 2 കിലോമീറ്റർ ഉണ്ട്, നടന്നു പോകും പാവപ്പെട്ടവൾ. അവിടെ ചെന്ന് വീട്ടിൽ നിന്ന് രാത്രിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരു വലിയ വടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് അവർ തിരിച്ച് പള്ളിയിലോട്ട് വരും രാത്രി. അപ്പോൾ ഒരു വ്യക്തി വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന രീതി അതാണ്. ഇപ്പം നിന്റെ സാഹചര്യം പ്രതികൂലമാണെന്ന് നീ പറയരുത്. ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിനക്ക് എന്തുമാത്രം വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ആത്മാർത്ഥതയാണ് ദൈവം ശ്രദ്ധിക്കണം. നീ ഓർക്കണം ദൈവ പൈതലെ. ഇവർ 31 ദിവസം രാത്രി 2 ജപമാല ചൊല്ലും ഈ കുരിശടി വന്നിരുന്നുണ്ട്. പിന്നീട് രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 11:30 ആകുമ്പോൾ വീണ്ടും തിരിച്ചു പോകും. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഒറ്റ പെണ്ണാണ്. അല്ല, വീട്ടിലാൾക്കാരൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കാകുമ്പോൾ ഒറ്റ ആളായിട്ടാണ് വരുന്നത്. പട്ടി കടിക്കാതിരിക്കാൻ വേണ്ടി വടി കയ്യിലെടുക്കും ഈ രാത്രി. അങ്ങനെ 31 ദിവസവും ഈ രാത്രി വന്ന് ഒറ്റയ്ക്ക് വന്ന് മാതാവിൻ്റെ അടുത്ത് കണ്ണീരിട്ടിട്ട്, എന്തിനാ കണ്ണീരിട്ടെന്നറിയാമോ? അവരൊരു പ്രത്യേക ജീവിതാവസ്ഥയിലായിരുന്നു. കാര്യം പണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞതാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ രാത്രി തന്നെ ഭർത്താവ് അവരുടെ കഴുത്തിന് ഇങ്ങനെ കുരുക്കി പിടിച്ച് കൊല്ലാൻ വേണ്ടി. അപ്പം നിങ്ങളീ പറഞ്ഞ പോലെ നിസ്സാര കാര്യമല്ല ഇത്. അപ്പോൾ ചില പുരുഷന്മാരുടെ പ്രത്യേക ഒരു വെബ്രാളങ്ങളും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഇവരാദ്യം മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഇവിടെ നാക്ക് പുറത്ത് വന്ന് പെടലേക്ക് കുരുക്കി പിടിച്ചിട്ടേ ആദ്യ രാത്രിയിൽ അവിടെ കണ്ണ് തുറച്ചു പോയി. അപ്പോൾ സാരമില്ലെന്ന് വിചാരിച്ച്, സാധാരണ ചില ആൾക്കാരുടെ എന്തെങ്കിലും പ്രകൃത വ്യത്യാസമാണെന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിച്ച്. പിറ്റേ ദിവസം ഒരു 3 മിനിറ്റോളം ഇങ്ങനെ പെടലേക്ക് കുത്തിപ്പിടിച്ച് നാക്ക് പുറത്ത് ചാടിച്ച് കണ്ണ് തുറപ്പിച്ച്. അപ്പോൾ ഇയാളുടെ സംസാരത്തിൽ നിന്നൊക്കെ എന്തോ ഒരു കുഴപ്പമുള്ളവരെ തോന്നി. 3-ാം ദിവസം ഇവരെ കൊന്നു കളയാനുള്ള ചത്തുപോകുന്നൊരവസ്ഥയായി രാത്രി. എൻ്റെ അമ്മ ഒരു കണക്കിന് അവൾ ചവിട്ട് വാതിൽ വലിച്ചു തുറന്ന് ജീവനം കൊണ്ട് അവിടുന്ന് ഓടിയതാണ്. അത് കടലോരത്ത് കൂടി ഓടി പാവപ്പെട്ടവൾ നാട്ടിലെത്തി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ദുരന്തം കൂടെ പോക്കി അതവിടെ ഒന്ന് നിന്ന്. കാര്യം ഭർത്താവിന് വട്ട അറിയാതെ ചതിച്ചതാ ശരിക്കും. ഇപ്പം നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ എന്ത് സംഭവമാണ് ഈ പറയണത്, അച്ഛനും പറയണതെന്ന്. അപ്പം എന്ത് പറ്റി? ഇവരിങ്ങനെ വീട്ടിൽ വന്ന് നിന്ന് 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് അപ്പം എന്നാ പറ്റി? അവിടെ വലിയ പ്രശ്നമായി. ഇവിടെ ആങ്ങളുടെ കല്യാണം നടക്കണില്ല. കാര്യം ഇങ്ങനെ കെട്ടിച്ചു വിട്ട പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ആർക്കാണ്? ആങ്ങളമാർക്കല്ലേ പ്രശ്നം. അപ്പം ആങ്ങളുടെ കല്യാണം നടക്കണില്ല. പക്ഷെ പെങ്ങളെ ചവിട്ടി പുറത്താക്കാൻ പറ്റുമോ? ഇവർ തന്നെ എല്ലാം കൊണ്ട് കെട്ടിച്ചതല്ലേ. എന്നിട്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അവിടെ വന്ന് നിൽക്കണം. അല്ല അവളെ കൊന്നു കളയത്തില്ലായിരുന്നോ? അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആങ്ങളെ പറഞ്ഞ് അയാളുടെ കൂട്ടുകാരോട് പറഞ്ഞ്, കൂട്ടുകാരാ എനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാകാൻ തോന്നുന്നില്ല, പെങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്, ഇപ്പം 2 കൊല്ലമായി, എന്നാ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ സങ്കടപ്പെട്ടു. അപ്പോൾ ഈ കൂട്ടുകാരൻ എന്നാ ചെയ്യുന്നറിയാമോ? എല്ലാത്തിലൊക്കെ ഇങ്ങനെ ഓരോ വശമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഇതിനൊരു വശം പറഞ്ഞു കൊടുക്കാനില്ല, എന്ത് ചെയ്യാനാ? പക്ഷെ അയാളൊരു വശം പറഞ്ഞു കൊടുത്തു. ആത്മാർത്ഥമുള്ള കൂട്ടുകാരനാണ്. അയാൾ പറഞ്ഞ്, ഒരു പണി ചെയ്യ്, ഞാനൊരു തീരുമാനം പറയാം, നീ അതിൻ്റെ അകത്ത് കയറി വട്ടം ചവിട്ടാൻ നിൽക്കരുത്. അപ്പം ആ കൂട്ടുകാരൻ പറഞ്ഞ, നീ പറ, ഞാൻ നിൻ്റെ പെങ്ങളെ കെട്ടാം, അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? ഞാൻ നിൻ്റെ പെങ്ങളെ കെട്ടാം, അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? അയാൾ മിണ്ടിയില്ല. അയാൾ എന്ത് വർത്താനം? ഇപ്പം ഞാനേ അങ്ങനെ നിന്നോട് പറഞ്ഞതേ നീ അങ്ങനെ ചെയ്യണമെന്നല്ല, നിൻ്റെ ജീവിതം അവതാളത്തിലാകണമെന്നല്ല. എനിക്ക് ഒരു ആശ്വാസം പറയാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലായടാ, എനിക്ക് അതാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ നീ ഉദ്ദേശിച്ചത്, ഞാനും ഉദ്ദേശിച്ചത് തന്നെയാണ്, ഞാനത് ചെയ്തോളാം, ഒരു കുഴപ്പമില്ലെന്ന്. ഈ മനുഷ്യൻ അവളെ കല്യാണം കഴിച്ചു, ഈ കൂട്ടുകാരൻ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, മറ്റേ ഇത് കാത്തലിക് ഫാമിലി അല്ലേ, അതായത് ആ കല്യാണം പിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ വേറൊരു കല്യാണം കഴിഞ്ഞ് അപ്പോൾ ആങ്ങളുടെയും കല്യാണം കഴിഞ്ഞു, ഇവളുടെയും കല്യാണം കഴിഞ്ഞു, അവർക്ക് 2 പിള്ളേരൊക്കെ. അപ്പോൾ കൂതാശ ചെയ്യാത്ത ബന്ധമായത് കാരണം കുടുംബത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നല്ല ശരിക്കുണ്ട് പ്രശ്നം.
ചെറിയ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല മക്കൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആധ്യാത്മിക തകർച്ചയുണ്ട്, ഇവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. ഇവരുടെ ചങ്ക് കുർബാന പള്ളിയിൽ കൊടുക്കുമ്പോൾ ഇവരുടെ ചങ്ക് പിടക്കും. അതുപോലെ കർത്താവേ ഇതിനൊക്കെ ഒരു സമാധാനം ഇല്ല എന്ന് ചോദിക്കും. ഇതൊക്കെ ഒരു സമാധാനം ഇല്ല. സമാധാനം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് നമ്മളൊക്കെ കേസിന് പോകണം, സഭയിൽ അവർ കേസിന് പോകണം, അവർ തിരിച്ചു വരണം. അവർ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് മനസ്സിലാകാം പണ്ടത്തെ കാലമാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിന് ഇതൊക്കെ ഇപ്പോഴത്തെ കാലം ഇപ്പോൾ പെട്ടെന്ന് അന്വേഷണമൊക്കെ വെച്ചിട്ട് സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ട് സഭ മറ്റുള്ളവരുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങളൊക്കെ ഈ കാലത്ത് ആത്മാർത്ഥമായ ശ്രമങ്ങളുണ്ട്. പണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ചു പോയാൽ പിന്നെ വേർപിരിക്കാൻ ഇതുപോലെ വട്ട് കേസാണെങ്കിലും വേർപിരിക്കാൻ സഭയ്ക്ക് ഭയങ്കര റിലക്റ്റൻസി ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഒക്കെ കുറേ കാലമെടുക്കും. ഇപ്പം അങ്ങനെ വീണു പോയൊരു കേസാണിത്. പക്ഷേ മക്കളുടെ ആധ്യാത്മിക ജീവിതവും പോയി, ഇവളുടെ ആധ്യാത്മിക ജീവിതവും പോയി, അതുപോലെ തന്നെ ഒന്നുമില്ല. അവസരത്തിൽ അപ്പോൾ ദൈവമേ ഇങ്ങനെ ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറയണത് അവരോട്, പള്ളി പറയണത്, നിങ്ങളെ ഏത് കടുങ്കെട്ടായാലും ശരി കർത്താവ് ഇതിനെ വെട്ടിമുറിക്കും. അമ്മ മാതാവ് ഈ വിഷയത്തിൽ ഇടപെടും. നിങ്ങൾ ഒരു ജപമാല പോലും മുടക്കാതെ ഈ ഒരു ജപമാല എങ്കിലും ഒരു ദിവസം വന്നിവിടെ ചെല്ലിയാൽ മതി. പക്ഷേ എനിക്ക് തോന്നുന്നതേ അവരെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും കർത്താവ് എന്നെക്കൊണ്ടത് പറയിപ്പിച്ചതെന്ന്. കർത്താവാണല്ലോ എല്ലാവരെയും കാണുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുമൊക്കെ ദൈവം പ്രത്യേകമായ പ്രേരണ തരും. ഇപ്പം നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ജീവിത പങ്കാളി ഇഷ്യൂസ് ആണെന്ന് ഞാൻ പറയണില്ല. ഒരുപക്ഷെ മക്കൾ മാനസാന്തരപ്പെടാത്ത മക്കളാകാം. ചിലപ്പോൾ മക്കൾ അന്യമതസ്ഥരെയും വിശ്വാസമില്ലാത്തവരെയും പ്രണയിച്ചുകൊണ്ട് കുടുംബത്തിൽ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളാകാം. ചിലപ്പോൾ അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് വീടില്ലാത്ത ഒരവസ്ഥയാകാം, അല്ലെങ്കിൽ കടങ്ങൾക്ക് പുറകെ കടങ്ങളാകാം, അല്ലെങ്കിൽ രോഗങ്ങൾക്ക് പുറകെ രോഗങ്ങളാകാം, അല്ലെങ്കിൽ വല്ലപാടും ചത്താൽ മതി. എന്നാത്തിനാണ് ഇങ്ങനെ ജീവിച്ചിരുന്നത്? ആർക്ക് വേണ്ടിയാണ്? എനിക്കും പ്രയോജനമില്ല, എന്നെക്കൊണ്ട് ആർക്കും പ്രയോജനമില്ല, ഞാൻ തന്നെ എനിക്ക് ബാധ്യതയെന്ന് തോന്നുന്ന ഇരുട്ടിൻ്റെ ഒരു അവസ്ഥയിലാണ് നിങ്ങളത് കേൾക്കണമെന്ന് വിചാരിച്ചോ. പക്ഷേ എൻ്റെ മക്കളെ ഇപ്പോഴത്തൊട്ട് പ്രകാശം വരാൻ പോവുകയാണ്, ഇപ്പോഴും മുതൽ പ്രകാശം വരാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മ ആ സ്ത്രീയെപ്പോലെ വിശ്വസിക്കാൻ, ആ വിശ്വാസത്തിന് ആ സ്ത്രീയെപ്പോലെ മറുപടി പറയാൻ, എന്നെയും എക്വിപ്പാക്കണമേ, എന്നെയും ആംഡാക്കണമേ, എന്നെയും അനുഗ്രഹിക്കണമേ, എന്നെയും ശക്തീകരിക്കണമെന്ന് ഇപ്പം പ്രാർത്ഥിക്കണം. ഇപ്പം മുതൽ മാതാവ് നിൻ്റെ കരം ഗ്രഹിക്കും. ഇപ്പം മുതൽ മാതാവ് നിൻ്റെ കുടുംബത്തിൽ പ്രതിഷ്ഠയാകും. അവരെന്നാ ചെയ്തെന്നറിയാവോ? 31 ദിവസവും പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ ഒരു അമ്മ ഈ വിഷയം അങ്ങോട്ട് ഏറ്റെടുത്ത്. സഭ ഏറ്റെടുത്തില്ല, നാട്ടുകാരേറ്റെടുത്തില്ല. സഭ ഏറ്റെടുക്കാത്ത, നാട്ടുകാരേറ്റെടുക്കാത്ത, നിന്ന് ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഏറ്റെടുക്കാത്ത ജീവിതാവസ്ഥകൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മൊഴി അനുസരിച്ച് കൊണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നിൻ്റെ പരിശുദ്ധ ദേവമാതാവ് നിൻ്റെ കുടുംബത്തിൻ്റെ വിഷമതകൾ, കീറാമുട്ടി പോലുള്ള പ്രശ്നങ്ങൾ, കൊട്ടത്താങ്ങ പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴേറ്റെടുക്കാൻ പോവുകയാണ്. അച്ഛനോട് അതിനു വേണ്ടിയാണ് അമ്മ നിങ്ങളോടിപ്പോൾ സംസാരിക്കേണ്ടത്. മക്കളെ, ഇന്ന് മുതൽ പ്രകാശത്തിൻ്റെ ജീവിതത്തിൽ വരും. നീ ജപമാലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. 31-ാം ദിവസം ആയപ്പോഴേ അമ്മ ഈ വിഷയം നേരിട്ട് ഏറ്റെടുത്ത്. എന്താണെന്നറിയാവോ? ആ ഒക്ടോബർ 31-ാം തീയതി ആ പഴയ ഭർത്താവ് നിപ്പിന് മരിച്ചു പോവുകയാണ്. ബിലീവോ? ഇത് നിങ്ങൾക്കിത് എന്ത് തോന്നണത് കേട്ടിട്ട്? 31-ാം തീയതി രാത്രി അമ്മ ആ വിഷയം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ദൈവത്തിന് ചെയ്യാവുന്നത് വളരെ വൃത്തിയായിട്ട് ചെയ്തിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇതൊക്കെ അധികാരമുണ്ട്. ആ മനുഷ്യൻ നിപ്പിന് മരിച്ചുപോയി. ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇവള് ഫ്രീ ആയി. ഇവള് ഫ്രീ ആയതിനു ശേഷം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അച്ഛാ, എൻ്റെ പഴയ വിവാഹബന്ധം റദ്ദായിരിക്കണേ, ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി എന്നെ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോഴും ആടെ കൂടിയാണ് താമസിക്കുന്നത്, അയാളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയാൾക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കാര്യം 10-20 കൊല്ലം ജീവിച്ചതല്ലേ. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ 10-20 വയസ്സായി. അപ്പോൾ ഇനി പള്ളി വന്ന് ഇതുപോലെ കുദാശ ചെയ്ത് ജീവിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു. അപ്പോൾ ഞാൻ ഇത്രയും നാളെ ചെയ്ത് ആ മനുഷ്യൻ വിചാരിച്ചത് ഞാൻ പണ്ട് അയാളെ കണ്ടിട്ടുള്ളതാണേ. അപ്പോൾ അദ്ദേഹത്തിനോട് ആൾ നല്ല മനുഷ്യനാണ്. പക്ഷേ എന്നോട് ചോദിച്ചത്, അച്ഛാ ഞാൻ എന്താ തെറ്റ് ചെയ്തത്? അങ്ങനെയാണ് എന്നോട് ചോദിച്ചത്. ഞാൻ എന്താ തെറ്റ് ചെയ്തത്? ഞാൻ ജീവിതം നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് ജീവിതം കൊടുത്ത ഒരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പുണ്യപ്രവൃത്തിയാണ് ചെയ്തത്, പക്ഷേ കർത്താവിൻ്റെ കൃപയിലല്ല ചെയ്തത്.
കൂട്ടുകാരനോട് പ്രാദേശികമായ ബാധ്യതയിലെ സുവിശേഷ ചൈതന്യത്തിനെതിരായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആത്മീയമായ കടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ അർത്ഥം മുറിച്ച് സംസാരിക്കും. കാര്യം കോംപ്രമൈസ് ചെയ്യത്തില്ല. കാര്യം കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് സംസാരിച്ചാൽ മതിയല്ലോ. എന്നിട്ട് നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ കർത്താവ് ഇടപെടും. ആ മനുഷ്യൻ്റെ അടുത്ത് വന്നു, നമ്മൾ ചേട്ടാ ഒരു പ്രശ്നമില്ല, നമ്മൾ പെട്ടെന്ന് ഈ വിഷയം വിവാഹം കൂത്താച്ച ചെയ്യാൻ. കാര്യം ഇത് ഓളാണ്ടിസ്ഥാനം സംഭവിച്ചതല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ടാ എൻ്റെ ഉപദേശം കൊണ്ട് നടന്നതല്ല, പരിശുദ്ധാത്മ നേരിട്ട് ഇടപെട്ടിരിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരുടെ ആത്മാവ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി, നിൻ്റെ മക്കളുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സഭയുടെ അമ്മ, കുടുംബത്തിൻ്റെ അമ്മ, വിശ്വാസിയുടെ മാതാവ്, ജപമാല രാജ്ഞി ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അമ്മയാണിത് അധ്യക്ഷ വഹിക്കുന്നത്. കാരണം കല്യാണത്തെ കുടുംബത്തിൽ അമ്മ എങ്ങനെയാണ് നിന്ന് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചത്, അതുപോലെ ഈ കൂദാശയിലും അമ്മ കൂടെ ഉണ്ടാവും ഇനി മുതലേ. എന്നിട്ട് ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരെ ആശീർവദിച്ചു. അവർ കൂദാശ ചെയ്ത് ഇപ്പോൾ ജീവിക്കുകയാണ് ഭംഗിയായിട്ട്. അതിൻ്റെ കൂടെ ഒത്തിരിയേറെ സംഭവങ്ങൾ, അതിനെയും വെക്കാൾ വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ തൽക്കാലം ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മക്കൾ ഓർക്കണം, എത്ര കടുംകെട്ടായാലും ശരി, വിട്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായാലും ശരി, അമ്മ ഇടപെട്ടാൽ തീർച്ചയായിട്ടും ഈ ഒക്ടോബർ മാസം 2020 ഒക്ടോബർ മാസത്തിലെ നിൻ്റെ ജീവിതത്തിനൊരു തീരുമാനം ഉണ്ടാകും. നിൻ്റെ കുടുംബത്തിലെ വിഷമതകൾക്ക്, നിത്യമായ വിഷമതകൾക്ക് ഒരു സമാധാനം ഉണ്ടാകും. അമ്മ ഉണ്ടാക്കും. നിങ്ങളും ഇത് ഫോളോ ചെയ്യണം. പ്രഭാഷണത്തിൽ 24 മണിക്കൂറും ജപമാലയാണ്. ലൈവ് ജപമാലയുണ്ട്. ഞങ്ങൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രമോ ഇടുന്നതുകൊണ്ട് എല്ലാത്തിനും ഒരേ പവറാണ്. നിങ്ങൾ ഒന്നും മുടക്കാതെ ഏതെങ്കിലും 2-3-4 ജപമാലക്കെങ്കിലും കൂടിക്കൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷയോടെ പരിശുദ്ധ അമ്മയ്ക്ക് നിൻ്റെ ജീവിതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 31-ാം തീയതിക്കുള്ളിൽ നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അമ്മ തന്നെ നീലമിലങ്കിയാൽ നിന്റെ കുടുംബത്തെ ജീവിതത്തെ സംരക്ഷിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉടനെ ആരാധനയാണ്. ആരാധനയിൽ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുള്ള മുഴുവൻ ആൾക്കാരും അച്ഛൻ്റെ ഈ അമ്മയോടൊപ്പം അമ്മയോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുത്തുള്ളവരും ഒരുമിച്ച് ആരാധനയ്ക്ക് വരിക. ആരാധന വെച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, പ്രത്യേകമായി അനുഗ്രഹിക്കും, പ്രത്യേകമായി ആശീർവദിക്കും, പ്രത്യേകമായി സൗഖ്യപ്പെടുത്തും. ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് വലിയ ഭക്തിയോടുകൂടെ നമുക്ക് കടന്നു വരാം. നമ്മളെ സംബന്ധിച്ച അനുഗ്രഹത്തിൻ്റെ വലിയ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് 24 മണിക്കൂറും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലും നമ്മൾ നമ്മളുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേകായിരങ്ങൾ ആണ് ഓരോ ദിനവും ജപമാല മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾക്കായിട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അവരവരുടെ ഭവനങ്ങളിലാണെങ്കിലും ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വലിയ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് സമ്മാനിക്കുവാനായിട്ട് സാധിക്കുന്ന ദിനങ്ങളുമാണ് ഈ ദിനങ്ങൾ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോനാഥനോട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും ജപമണികളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെല്ലാവരെയും സവിശേഷമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദിനം മുഴുവന് അനേകായിരങ്ങൾ ജപമാല ചൊല്ലി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ എല്ലാ മക്കളെയും അങ്ങ് തൃക്കൺ പാർക്കണമേ. തിരുസഭ ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് ഓരോ കാവൽ മാലാഖമാരെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരെയും വ്യക്തിപരമായിട്ട് സംരക്ഷിക്കുവാനായിട്ട് ദൈവം നമുക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നവരാണ് കാവൽ മാലാഖമാർ.
നമ്മൾ അനുദിനം നമ്മളുടെ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുന്ന സങ്കീർത്തനം 91 നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മളുടെ വഴികളിൽ നമ്മളെ കാത്തുപാലിക്കുവാനായിട്ട് ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. നമ്മുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കുവാനായിട്ട് അവർ നമ്മളെ കൈകളിൽ വഹിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ ദൂതന്മാരെ അയച്ചുകൊണ്ട് അവരുടെ ജീവിത വഴികളിൽ അവർക്ക് സംരക്ഷണം തീർക്കണമേ. അതോടൊപ്പം തന്നെ അവരുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കുവാനായിട്ട് അവരെ അങ്ങേ ദൂതന്മാരുടെ കൈകളിൽ അങ്ങ് വഹിക്കണമേ. നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുക മറ്റൊന്നുമല്ല, ദാരിയൂസ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയുകയാണ്. സിംഹക്കുഴിയിൽ ദാനിയേലിനെ എറിയുന്നു. ദാനിയേലിൻ്റെ പ്രതിയോഗികൾ കരുതുക ദാനിയേലിനെ സിംഹങ്ങൾ കടിച്ചു കീറിയിട്ട് തിന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സിംഹക്കുഴിയെ അവർ മുദ്ര വെച്ച് അടക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പിന്നീട് രാജാവ് സിംഹക്കുഴിയുടെ മുൻപിലേക്ക് പിറ്റേ ദിവസം വന്നിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്: ദാനിയേലേ, നീ ജീവിച്ചിരിക്കുന്നുവോ? നീ ആരാധിക്കുന്ന ദൈവം നിന്നെ സംരക്ഷിക്കുവാൻ മാത്രം പ്രാപ്തനായിരുന്നുവെന്ന്. എങ്കിൽ രാജാവിനെ ഞെട്ടിച്ചുകൊണ്ട്, ദാനിയേലിൻ്റെ പ്രതിയോഗികളെ ഞെട്ടിച്ചുകൊണ്ട് ദാനിയേൽ പറയുന്ന ഒരു ഉത്തരമുണ്ട്: തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിൻ്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. സിംഹക്കുഴിയിൽ ഇരകിട്ടാതെ വിശന്നു വലയുന്ന സിംഹങ്ങളുടെ മുൻപിൽ ഇരയായിട്ട് ദാനിയേലിനെ എറിഞ്ഞു കൊടുക്കുമ്പോഴും ദൈവം ദൂതനെ അയച്ച് ആ സിംഹങ്ങളുടെ വായിൽ നിന്ന് ദാനിയേലിനെ രക്ഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിംഹക്കുഴികളിലായിരിക്കാം. കടത്തിൻ്റെതാകാം, പരാജയത്തിൻ്റേതാകാം, അപമാനത്തിൻ്റേതാകാം, രോഗത്തിൻ്റേതാകാം. ഇങ്ങനെ പലതരത്തിലുള്ള സിംഹക്കുഴികളിൽ പെട്ടിരിക്കുന്നവരായിരിക്കാം. ആരും ചിലപ്പോൾ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഇല്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടാകാം. എങ്കിൽ നമുക്ക് കരുതലായി നമ്മെ സംരക്ഷിക്കുവാനായിട്ട് ദൈവം ദൂതന്മാരെ അയക്കും. നമ്മൾ ചെയ്യേണ്ടത് ദാനിയേലിനെ പോലെ സത്യദൈവത്തെ ദിവസത്തിൽ 3 തവണ ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചിരുന്നുവെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ തന്നെ പ്രതിയോഗികൾ ഏതൊക്കെ തരത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ തരത്തിൽ നമ്മളെ ബന്ധിച്ചാലും ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരികയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. അത് നമ്മളുടെ ശത്രുക്കളുടെ, നമ്മളുടെ പ്രതിയോഗികളുടെ കൈകളും കാലുകളും കെട്ടി വായടച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. നമ്മൾ ഈ ദിനങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും അകറ്റുവാനായിട്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷണം നൽകുവാനായിട്ട്, ഞങ്ങളുടെ വഴികളിൽ ഞങ്ങൾക്ക് കാവലായിട്ട് അങ്ങേ ദൂതന്മാരെ അയക്കണമേ എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ലുത്തീനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മാലാഖമാരുടെ രാജ്ഞി എന്ന്. മാലാഖമാരുടെ രാജ്ഞി, നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്കായിട്ട് സംരക്ഷണമായി നൽകിയിരിക്കുന്ന മാലാഖമാരെ നിയന്ത്രിക്കുവാൻ തക്ക വിധത്തിൽ രാജ്ഞിയായിട്ട് സ്വർഗത്തിൽ വാഴുന്ന പരിശുദ്ധ അമ്മ
പരിശുദ്ധ അമ്മയുടെ ശക്തമായ നിർദ്ദേശത്തിൽ നമ്മളെ ജീവിതത്തിൽ നിരന്തരം സംരക്ഷിക്കുവാനായിട്ട് മാലാഖമാർ നമുക്ക് ചുറ്റും പാളയമടിച്ച് നമുക്ക് ചുറ്റും കാവലായി നിൽക്കുവാൻ ഇടയാക്കണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. ദാനിയേലിനെ പോലെ ഞങ്ങളും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനാനിരതരാകുന്നു. ജീവിതം ഏതൊക്കെ തന്നെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ പോലും ഞങ്ങളുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കുവാനായിട്ട് അങ്ങേ ദൂതന്മാരെ അയച്ച് അവരുടെ കൈകളിൽ ഞങ്ങളെ വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.